Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റി ഓപ്ഷൻസ് ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നിഫ്റ്റി സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസിനെ കുറിച്ചിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ വീഡിയോ സീരീസിൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഐ ബട്ടണിൽ കയറിയിട്ട് നമ്മുടെ പഴയ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ്. ഓപ്ഷൻസിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല സ്ട്രാറ്റജീസിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് കൃത്യസമയത്തുള്ള ഒരു എൻട്രി പോയിന്റ്, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, കൃത്യമായിട്ടുള്ള എക്സിറ്റ്, അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എൻട്രീസും എക്സിറ്റ്സും ഇട്ടിട്ട് വളരെ റിസൾട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെയുള്ളൊരു സ്ട്രാറ്റജിയാണ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഷോർട്ട് സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ കൃത്യം 9:16 തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വിത്തിൻ 1 മിനിറ്റിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കുകയാണ്. നമ്മൾ അറ്റ് ദ മണിയുടെ കോൾ ഓപ്ഷനും അറ്റ് ദ മണിയുടെ പുട്ട് ഓപ്ഷനും നിഫ്റ്റിയിൽ സെല്ല് ചെയ്തുകൊണ്ടാണ് ഇൻട്രാഡേ സ്ട്രാഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജി ഒരു അപ്സൈഡ് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ്സ് തരും, ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിലും നമുക്ക് പ്രോഫിറ്റ് തരും. അതുപോലെ തന്നെ ഒരു നാരോ റേഞ്ച് സൈഡ് വൈസ് മാർക്കറ്റിലും നമുക്ക് പ്രോഫിറ്റ് തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അറ്റ് ദ മണിയുടെ കോൾ ഓപ്ഷനും അറ്റ് ദ മണിയുടെ പുട്ട് ഓപ്ഷനും കൃത്യം 9:16 സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെല്ല് ചെയ്യുന്നതിൻ്റെ കോൾ ഓപ്ഷൻ 100 രൂപയും പുട്ട് ഓപ്ഷൻ 100 രൂപയും ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ആ ഒരു പ്രീമിയത്തിൻ്റെ 25%. അതായത് കോളിൻ്റെ സ്റ്റോപ്പ് ലോസ് 125 രൂപയും പുട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് 125 രൂപയാണ്. ഇൻ കേസ് മാർക്കറ്റ് വൺ ഡയറക്ഷണൽ അപ്സൈഡ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും പുട്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് വലിയ പ്രോഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. നേരെ തിരിച്ച് താഴത്തോട്ടാണ് പോകുന്നതെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും കോളിൽ നിന്ന് നമുക്ക് വലിയ ഡീക്കയും വലിയ പ്രൈസും കിട്ടുകയും വലിയൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ലോസ് എന്ന് പറയുന്നത് 2 ലെഗിലും സ്റ്റോപ്പ് ലോസ് അടിക്കുക. മുകളിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ 25 പോയിന്റ്, താഴത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ 25 പോയിന്റ്. ടോട്ടൽ 50 പോയിന്റാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ മാക്സിമം ലോസ് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു സ്ട്രാറ്റജിയുടെ 2017 മുതലുള്ള ബാക്ക് ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാം. ഈ ഒരു സ്ട്രാറ്റജി എത്ര ശതമാനം വർക്കിംഗ് ആണ്. 2023 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 10 to 50% റിട്ടേൺ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ഡാറ്റയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻട്രി ടൈം 9:16 നമ്മുടെ എക്സിറ്റ് ടൈം 3:15 ഇതിനകത്ത് നമ്മുടെ സ്പോട്ട് നിഫ്റ്റി 18,500 നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 18,500 കോൾ ഓപ്ഷനും 18,500 പുട്ട് ഓപ്ഷനും നമ്മൾ സെല്ല് ചെയ്യും. എക്സാമ്പിൾ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് കോളിന് 200 രൂപയും പുട്ടിന് 230 രൂപയും ആണെന്ന് കരുതുക ഏകദേശം. അപ്പോൾ 25% നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത, കോൾ സൈഡിലെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരിക, 200ൻ്റെ 25%, അത് 50 പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് 230ൻ്റെ 25% വരിക, അത് ഏകദേശം 57.5 പോയിൻ്റാണ്. ഇതാണ് 2 സൈഡിലും നമുക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ലോസ്. ഇത് 2 സൈഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 107 പോയിൻ്റാണ് നമുക്ക് എന്ത് വരിക, 107 പോയിൻറ്റിൻ്റെ ടോട്ടൽ ലോസ് ആയിരിക്കും നമ്മൾ വരിക. അത് ഏകദേശം 5,350 രൂപയാണ് 2 സൈഡും സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരിക. അതൊരു 2 lakh മിനിമം ക്യാപിറ്റൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഏകദേശം 3% താഴെ ലോസ് മാത്രമാണ്. ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ മാക്സിമം ലോസ്. ഇൻ കേസ്
വൺ സൈഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കോൾ സൈഡിൽ എന്ത് പറ്റും? കോൾ സൈഡിൽ എസ് എൽ അടിക്കും. 50 പോയിൻറ്റ് നമുക്ക് എസ് എൽ അടിക്കും. 50 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 50 ഏകദേശം 2500 രൂപയായിരിക്കും നമുക്ക് ലോസ് വരിക. മാർക്കറ്റ് ഈ 230 ബാക്കി ഏകദേശം 100 രൂപ മാത്രം ഉണ്ടാകുക. നമുക്കൊരു 130 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുക. 130 × 50 എന്ന് പറഞ്ഞാൽ ഏകദേശം 6500 രൂപ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് വരും. ഓവറോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം വളരെ മികച്ച ഒരു 4000 റുപ്പീസിൻ്റെയൊക്കെ ഒരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് കാണിച്ചതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ഡാറ്റ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു സ്ട്രാറ്റജീനെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 60% ദിവസങ്ങളിലും, അതായത് കഴിഞ്ഞ 2019 മുതൽ നോക്കുമ്പോൾ 639 ദിവസങ്ങളിലും നമ്മൾ പ്രോഫിറ്റബിളാണ്. സോ 40% ദിവസങ്ങളിൽ നമുക്ക് ലോസാണ്. ഏകദേശം 428 ദിവസങ്ങളിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് മാർജിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 1,30,000 രൂപയാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. എന്നാലും നമ്മളൊരു 2 ലക്ഷം രൂപ കീപ്പ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ ഇത്രയും നാൾ കൊണ്ട് നമുക്ക് ഏകദേശം 338% റിട്ടേൺ ആണ് ഈ ഒരു സ്ട്രാറ്റജി തന്നിരിക്കുന്നത്. മാക്സിമം പ്രോഫിറ്റ് ഒരു ദിവസം തന്നിരിക്കുന്നത് 12,000 രൂപ വരെയാണ്. ആവറേജ് 411 രൂപയാണ് ഒരു ദിവസം. സോ ഒരു മന്ത്ലി പ്രോഫിറ്റ് ആവറേജ് 6% നമുക്ക് ഈ സ്ട്രാറ്റജി തരുന്നത്. മാക്സിമം ഡ്രോ ഡൗൺ ഏകദേശം 20%. അതായത് 2 ലക്ഷം രൂപ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് നമ്മുടെ ഡ്രോ ഡൗൺ വരിക. അപ്പോൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1,70,000 രൂപ വരെയൊക്കെ നമുക്ക് മാക്സിമം താഴ്ത്തോട്ട് പോയതായിട്ട് കാണാൻ പറ്റും. 23 ഡേയ്സ് മാക്സിമം വിന്നിങ് സ്ട്രീക്സ് ഉണ്ട്. അടുപ്പിച്ച് 21 ദിവസം വരെ ഈ ഒരു സ്ട്രാറ്റജി വിന്നിങ് തന്നിട്ടുണ്ട്. ലൂസിങ് സ്ട്രീക്സ് മാക്സിമം 10 ഡേയ്സ് വരെയും തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റൻസി നോക്കുകയാണെങ്കിൽ 0.21% എക്സ്പെക്റ്റൻസി ഉണ്ട്. ഇത് വളരെ നല്ല ഒരു നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡേ വൈസ് ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സ്ട്രാറ്റജിയൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് വ്യാഴാഴ്ചകളിൽ മാത്രമാണെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഒരു സ്ട്രാറ്റജി നോക്കുമ്പോൾ ബുധനാഴ്ചകളും വ്യാഴാഴ്ചകളും അതുപോലെ തന്നെ മൺഡേയും ട്യൂസ്ഡേയും ഒക്കെ നല്ല റിസൾട്ട്സ് ഈ ഒരു സ്ട്രാറ്റജി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു നിഫ്റ്റി സ്ട്രാറ്റജി ട്രൈ ഔട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ മന്ത്ലി ബ്രേക്കപ്സ് നോക്കുമ്പോൾ 2019 ഏകദേശം 56% റിട്ടേൺ ഈ ഒരു സ്ട്രാറ്റജി തന്നിട്ടുണ്ട്. 2020 21 100% അധികം റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. 2022 52% റിട്ടേണും 2023 ഇപ്പോൾ കറൻ്റ്ലി ഇന്നത്തെ ഡേറ്റ് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 7% റിട്ടേണുമാണ് ഈ ഒരു സ്ട്രാറ്റജി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ്. എനിവേസ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെറിയ ക്യാപിറ്റലിന് സ്റ്റാർട്ട് ചെയ്യുക. 1 ലോട്ടിൽ സക്സസ്ഫുൾ റേറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലോട്ട്സ് കൂട്ടുക. അത് ബാസ്ക്കറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യാനും കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാനും കൃത്യമായിട്ട് 25% സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് മറന്നു പോകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നോക്കുമ്പോഴും ഈ ഒരു സ്ട്രാറ്റജി നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങളൊരു 4 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ കുറച്ച് ഡൈവേഴ്സിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇതേ ലോജിക്കിൽ ഫസ്റ്റ് എൻട്രി 9.25-നും സെക്കൻഡ് എൻട്രി 3.25-നും എക്സിറ്റ് 3.25-നും ആണെങ്കിൽ നമുക്ക് ഒരു എൻട്രി കൂടി ഇതിൻ്റെ അകത്ത് എടുക്കാം. ഒരു 11:30-ക്ക് ഒരു എൻട്രി എടുക്കാം. അതിൻ്റെ ഒരു എക്സിറ്റ് 3.25-ന് ഇറങ്ങാം. സെയിം സ്റ്റോപ്പ് ലോസ് എല്ലാം ബാക്കിയെല്ലാം സെയിം. എന്നാൽ നമ്മുടെ ഒരു എൻട്രി കൂടി 9.25-ന് പകരം നമ്മൾ 11:30-ക്ക് എടുക്കുന്നു. സോ അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫുൾ ക്യാപിറ്റലിനെ 9.25-ന് തന്നെ ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 11:30-ക്ക് എൻട്രീസ് എടുക്കുന്നു. ദെൻ ഒരു പ്രാവശ്യം കൂടി എൻട്രി എടുക്കാനുള്ള ഒരു 6 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, 6 lakh rupees നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൂടി ചെയ്യാം. എന്ത് ചെയ്യാം, നേരെ പോയിട്ട് 1 PM-ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതും നിങ്ങൾക്ക് 3.25-ന് എക്സിറ്റ് എടുക്കാം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നിങ്ങളുടെ എൻട്രിയും എക്സിറ്റും സെപ്പറേറ്റ് ചെയ്ത്, എല്ലാ എൻട്രിക്കും 2 ലക്ഷം രൂപ മിനിമം ക്യാപിറ്റൽ വേണം. അങ്ങനെ ക്യാപിറ്റൽ കൂടുതലുണ്ട് എങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എൻട്രീസിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജീനെ മോർ യൂസ്ഫുള്ളായിട്ട് മോർ സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഈ ഒരു സ്ട്രാറ്റജി എത്ര അടിപൊളി സ്ട്രാറ്റജിയാണ്. എല്ലാ ദിവസവും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ട്രാറ്റജി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.